നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ വേറെ ലെവലിലോട്ട് അല്ലെങ്കിൽ വേറൊരു റേഞ്ചിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോൾ മാർക്കോന്റെ ഒരു തീ പാറക്കം അത് വേറെ ലെവൽ സംഭവമായിട്ട് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉണ്ണി മുകുന്ദനെ ഈ പറയുന്ന തരത്തിൽ സംഗി, അതുപോലെ തന്നെ സമാജം സ്റ്റാർ, സംഗി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഒന്നും വിളിക്കാനില്ല എന്നാണ് തോന്നുന്നത്. കാരണം മാർക്കോ കയറി അങ്ങ് കൊളുത്തി. മാർക്കോ വേറെ ലെവലായി. മാർക്കോ ഉണ്ണി മുകുന്ദൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞവന്മാരുടെയൊക്കെ അണ്ണാക്കിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു വമ്പൻ വിജയം തന്നെ ആയിരുന്നു മാർക്കോ എന്ന് പറയാതിരിക്കാൻ. കാരണം മാർക്കോ ഇപ്പോൾ തന്നെ ഒരു 50 കോടിയൊക്കെ കഴിഞ്ഞു, 60 കോടിയോ ഉണ്ടാകെ ആയിട്ടുണ്ട് പടം. ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് പടം എടുത്ത പൈസയെക്കാട്ടിയും ഇരട്ടി പൈസ ഇപ്പോൾ നേടിയിരിക്കുന്നത് തന്നെ. അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം ഉണ്ണിമുകുന്ദൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ 50 കോടി ക്ലബ് മൂവിയാണ് ഈ പറയുന്ന മാർക്കോ. ഇതിനു മുന്നേ മാളികപ്പുറം എന്ന സിനിമയായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ ആദ്യത്തെ 50 കോടി സിനിമ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഈ പറയുന്ന മാർക്കോ പക്ഷേ 50 കോടിയിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. അത് മിക്കവാറും 100 കോടിയിലെത്താനായിട്ടുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഉണ്ണി മുകുന്ദനെ അതാണ് ഇതാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. മാർക്കോ ഇത്രയും വിജയകരമായിട്ട് ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം നടക്കുമ്പോൾ പോലും ഈ പറയുന്ന ഉണ്ണി മുകുന്ദൻ അനുകൂലഘടകമായിട്ടുള്ള പോസ്റ്റുകളും അതോടൊപ്പം തന്നെ സിനിമയെക്കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ ട്രോൾ പേജസിലും അതുപോലെ തന്നെ ഓരോ മാർക്കോ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ വരുന്ന ഇതിൻ്റെ കൂട്ടത്തിൽ ഈ താഴെ വരുന്ന കമൻറ്റ് സെക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും പലർക്കും, അതായത് പലർക്കും എന്ന് പറയുന്നില്ല, ചിലർക്ക് കുരു പൊട്ടുന്ന തരത്തിലോട്ടുള്ള കമൻറ്റുകൾ ഇപ്പോഴും കാണാം. അതായത് ഈ പടം അങ്ങോട്ട് വിജയിച്ചത് ചിലർക്കൊന്നും പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിലർക്കൊന്നും ബോധിച്ചിട്ടില്ലാത്ത കണക്കാണ് ആ ഒരു കമൻറ്റ് വായിക്കുമ്പോഴേക്കും തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവരോടെല്ലാം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമയെ സിനിമയായിട്ട് കാണാനായിട്ട് നിങ്ങൾക്കൊന്നും ഇതുവരെ ആയിട്ടും ആ ഒരു മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അയാളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു തരത്തിലുള്ള വിശ്വാസം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സിനിമ എന്ന് പറയുന്നത് ഒരു എൻ്റർടൈനിങ് സംഭവമാണ്. അപ്പോൾ ആ സിനിമയായിട്ട് കാണാനും അല്ലാതെ ഈ പറയുന്ന തരത്തിൽ മറ്റുള്ള കാര്യങ്ങൾ വേറൊരു തരത്തിൽ കാണാനുമുള്ള ഒരു മൈൻഡ് ഇല്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തോന്നടേ എന്നേ പറയാനുള്ളൂ. ആ കമൻറ്റുകൾ ചിലതൊക്കെ വായിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുണ്ടല്ലോ എന്നോ ചിന്തിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ. എന്തായാലും പടം കയറി അങ്ങ് വളരെ വലിയ തോതിൽ തന്നെ ക്ലിക്കായിട്ടുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ബോധിക്കാത്ത ചിലരുണ്ട്. അവർക്കൊക്കെ തന്നെ ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു കാര്യം, പടം നല്ലതാണെങ്കിൽ അതിനിപ്പോൾ ആരുടെ പടമായാലും അത് കൊളുത്തും. അതിപ്പോൾ ഉണ്ണി മുകുന്ദനെന്നല്ല, ആരഭിനയിച്ച പടമായാലും അത് നല്ല പടമാണോ അത് കൊളുത്തും. അല്ലാതെ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച പടമായതുകൊണ്ട് തന്നെ ആരും ഈ പടം കയറി കാണരുത്. ഉണ്ണി മുകുന്ദൻ അങ്ങനെയാണ്, ഉണ്ണി മുകുന്ദൻ ഇങ്ങനെയാണ്, ഇവൻ്റെ പടം ആരും കാണാൻ പാടില്ല, ഇവൻ്റെ പടം വിജയിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഇങ്ങനെയും ചെറ്റത്തരം കാണിക്കുന്നവന്മാരെ ശരിക്കും പറഞ്ഞാൽ ഇവനൊക്കെ എന്തു പറയണം. അമ്മാതിരി തൊട്ടിത്തരമാണെന്ന് ഞാൻ പറയാവുള്ളൂ. ഇമാതിരി ഓരോ കമൻറ്റുകളൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്ന കാണുമ്പോഴത്തേക്കും സിനിമയായിട്ട് കാണാൻ പറ്റാതെ അതിലും രാഷ്ട്രീയവും മതവും എല്ലാം കുത്തിക്കലർത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിപ്പോക്കുന്ന, സത്യം പറയാലോ പുച്ഛം മാത്രമാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഉണ്ണി ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള മറുപടി ഈ സിനിമയിലൂടെ തന്നെ കൊടുത്തില്ല. കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുപോലൊരു വയലൻസ് നിറഞ്ഞ സംഭവം വേറെ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഈ പറയുന്ന തരത്തിലൊരു പാൻ ഇന്ത്യൻ ലെവൽ സംഭവമായിട്ടുണ്ട്. കാരണം അമ്മാതിരി ഐറ്റം തന്നെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ കേരളത്തിൽ മാത്രമല്ല, ഈ പറയുന്ന നോർത്ത് സൈഡിൽ പോലും, അതായത് ഈ സിനിമ റിലീസ് ചെയ്ത സമയത്തൊന്നും നോർത്ത് സൈഡിൽ അത്രത്തോളം ഒന്നും പടം വലിയ തോതിലുള്ള തിയേറ്ററൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും തിയേറ്ററുകളുടെ എണ്ണം നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് അവർ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സിനിമ വേറെ ലെവൽ റേഞ്ചിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതും. അതുപോലെ തന്നെ ഹിന്ദി റിവ്യൂസൊക്കെ നോക്കുമ്പോഴത്തേക്കും സിനിമയുടെ ആ ഒരു റേഞ്ച് വേറെ ലെവൽ തന്നെ എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ സിനിമ അല്ലാതെ അനിമലും അതുപോലെ തന്നെ കിൽ സിനിമയും കണ്ടാണ് ആ ഒരു തരത്തിൽ കുറച്ച് വയലൻസ് മോഡലുള്ള സിനിമകളൊക്കെ പറയുന്നത്. പക്ഷേ അതിനെല്ലാം കടത്തി വെട്ടുന്ന ടൈപ്പ്, അതായത് ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല എന്ന് പറയുന്ന ടൈപ്പ് സിനിമ തന്നെയാണ് ഈ മാർക്കോ എന്ന് പറയുന്ന കാര്യത്തിൽ സംശയമില്ല. പുള്ളിയെ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് മാത്രമല്ല ആക്ഷൻ
ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ണി മുതൽ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എമ്മാതിരി ആക്ഷൻ രംഗങ്ങൾ ചെയ്യുന്ന വേറെ ഒരു നടനില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ടൈപ്പ് സാധനം തന്നെയാണ് അങ്ങനെ ചെയ്ത് അതിൻ്റെ അകത്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിനിമകൾ ഇനിയും കിട്ടുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ചെയ്തു വയ്ക്കാൻ പറ്റിയൊരു മുതല തന്നെയാണ് ഉണ്ണി മുതൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു അവസരമാണ് ഉണ്ണിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്, അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുരു പൊട്ടുന്നവർ മാറി നിന്ന് കുരു പൊട്ടിക്കുക, അതിലൊന്നും യാതൊരു കാര്യമില്ല. സിനിമ നല്ല രീതിയിൽ കൊളുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ നല്ല സിനിമകളാണെങ്കിൽ അത് വിജയിക്കും. അല്ലാതെ പൊട്ടപ്പടങ്ങളാണെങ്കിൽ അതിൻ്റെ അത് കയറിയിട്ട് എന്ത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ എന്ത് വേണോ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ നല്ല പടങ്ങളെ പരാജയപ്പെടുത്താൻ നോക്കുന്നത് ഒരുമാതിരി ചേറ്റത്തരമെന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് ഇനിയിപ്പോൾ എല്ലാ അർത്ഥത്തിലും ക്ലിക്കായിട്ട് നിൽക്കുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്ക് പോലും കണ്ടിട്ട് ബോധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു തരത്തിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചത് കൊണ്ട് പോരാ എന്നൊക്കെ പറയുന്നവരെ ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെയൊക്കെ ആ ഒരു സെൻസിൽ കളയുക, അത്രയേ ഉള്ളൂ കാര്യം.